വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ മഷ്റൂം വെച്ചിട്ട് ഒരു റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. നോൺ വെജ് ഒക്കെ കഴിക്കാത്ത ആൾക്കാർക്ക് ഈ ഒരു ഡിഷ് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പച്ചമുളക്, സവാള, തക്കാളിക്ക, പിന്നെ കൂൺ എടുത്തിട്ടുണ്ട്, മഷ്റൂം. പിന്നെ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ജീരകം ഉണ്ടല്ലോ, നല്ല ജീരകവും കുരുമുളകുമാണ്. അപ്പോൾ ആദ്യം ഞാൻ പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എണ്ണ ഒഴിച്ചതിന് ശേഷം പച്ചമുളക് ഇട്ടതിന് ശേഷം സവാള ഇട്ട് കൊടുക്കുക. സവാള നന്നായിട്ട് വഴണ്ടതിന് ശേഷം മാത്രമേ തക്കാളിക്ക് ഇട്ട് കൊടുക്കാവുള്ളൂ. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. കുറച്ച് സ്പൈസിയാണ്. സവാള പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഒഴിച്ച് കൊടുക്കുവാണ്. ഉള്ളി ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ജീരകവും കുരുമുളകും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാവേ. മിക്സഡ് ജാറിലിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. ഞാൻ കല്ലിലൊന്ന് ചതച്ചെടുക്കുവാണേ. ഒത്തിരി അങ്ങ് പൗഡർ പോലൊന്നും വേണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മതി. പിന്നെ ഉള്ളി വഴണ്ടതിന് ശേഷം നമുക്ക് തക്കാളിക്കയും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളിക്ക നല്ലതായിട്ട് വഴണ്ടതിന് ശേഷം വേണം മസാല ചേർക്കാനേ. ഉള്ളിയും തക്കാളിക്കും എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനിയും മസാല ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ആദ്യം ചേർത്തു, പിന്നെ ഗരം മസാല, ഇത് ഞാൻ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ്. പിന്നെ മല്ലിപ്പൊടി, പിന്നെ ഞാൻ പൊടിച്ച് വെച്ചേക്കുന്ന ജീരകവും കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുകയാണേ. ലാസ്റ്റിൽ ഞാൻ കുറച്ച് മല്ലിപ്പൊടിയാണ് ഇടുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പച്ചച്ചുവ മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കൂണിട്ട് കൊടുക്കാവേ. ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, കൂണിൻ്റെ വെള്ളം തന്നെ ഇറങ്ങിയത് വെന്തോളും. ആവശ്യത്തിന് ഉപ്പും കൂടെ ഒഴിച്ചിട്ട് ഞാൻ അടച്ചു വെച്ച് വേവിക്കുകയാണ്. വെള്ളം ഒഴിക്കേണ്ട, കൂണിൻ്റെ വെള്ളം ഇറങ്ങി വെന്തോളും. ഇതൊന്ന് പറ്റി വരട്ടെ. അതിനുശേഷം നമുക്ക് ലാസ്റ്റിലത്തെ മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവേ. കൂണിൻ്റെ വെള്ളമൊക്കെ പറ്റി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അവസാനം മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണേ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. പെട്ടെന്നുണ്ടാക്കാവുന്ന നമ്മുടെ മഷ്റൂം പെപ്പർ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.